അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നരകത്തിലെ തിരക്കേറിയ ആ തെരുവിലൂടെ ജസീറിൻ്റെ കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിൽ തികച്ചും അപരിചിതമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ, അതിലധികം ഒരു തരം ആത്മസംതൃപ്തിയോടെയാണ് അവൻ ജസീർ ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങിയത്. കാറിൻ്റെ സീറ്റിൽ അതീവ ജാഗ്രതയോടെ അവൻ വെച്ചിരിക്കുന്ന ആ ആഭരണപ്പെട്ടിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നു. അതിനുള്ളിൽ തിളങ്ങുന്ന ആ ഡയമണ്ട് നെക്ലേസ് വെറുമൊരു ആഭരണമായിരുന്നില്ല. അത് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, തൻ്റെ ജീവൻ്റെ ജീവനായ ആ ഹിജാബിക്ക് വേണ്ടി അവൻ കാത്തു സൂക്ഷിച്ച പ്രണയത്തിൻ്റെ അടയാളമായിരുന്നു. വണ്ടി ഒരു സിഗ്നലിൽ ചുവപ്പും വെളിച്ചം കണ്ടു നിന്നപ്പോൾ ജസീറിന് ആ പെട്ടി കയ്യെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവനത് മെല്ലെ തുറന്നു. വെള്ളി വെളിച്ചത്തിൽ ആ ഡയമണ്ട് നെക്ലേസും അതിനൊപ്പമുള്ള മോതിരവും വളയും തിളങ്ങി. അവൻ ആ നെക്ലേസ് ഒരു നിമിഷം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകളടച്ച് അതിൻ്റെ തണുപ്പിലൂടെ അവളിലേക്ക് പടരുന്ന പ്രണയം അവൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ജാബി, ഇത് നിനക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ പൊന്നാമ്പലാണ് നീ. എൻ്റെ കനകക്കല്ലാണ് നീ. എനിക്ക് നിന്നെ വേണടി. നിനക്ക് വേണ്ടി എന്തും തരാൻ ഈ ജസീർ തയ്യാറാണ്. എൻ്റെ ജീവിതവും അതിലുള്ളത് മുഴുവനും ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു വേണേ. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ ഒരു പ്രാർത്ഥന പോലെ പുറത്തേക്ക് വന്നു. സത്യത്തിൽ ഈ ആധുനിക കാലത്ത് ഇങ്ങനൊരു പ്രണയം തനിക്കുണ്ടാകുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. ഒരു തരം ഭ്രാന്തമായ, അതേസമയം അതിപവിത്രമായ പ്രണയം. ഹിജാബി, എനിക്കാവില്ല മോനെ. നിന്നെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ എന്തോ ഒരു യാന്ത്രികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ദുഷ്ടചിന്തകളില്ല. എല്ലാവരെയും ആക്രമിക്കണം, അല്ലെങ്കിൽ അവരെയെല്ലാം കീഴ്പ്പെടുത്തണം എന്നുള്ള ചിന്തകൾ എനിക്കില്ല പൊന്നെ. എന്താ എനിക്ക് സംഭവിച്ചത്? ഹിജാബി, നീ അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നു. എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല, മറിച്ച് നിൻ്റെ ആ ഒരു സ്നേഹമാണ്. അതെ, എൻ്റെ ഹൃദയത്തിൽ നീ കടന്നു പിടിച്ചത് മറ്റൊന്നുമല്ല, നിൻ്റെ മനോഹരമായ മിഴികൾ കൊണ്ട് എന്നെ വീഴ്ത്തിയതാണ് നീ. അതെ, നിൻ്റെ പ്രണയത്തിൽ ഞാൻ അതീവനായിട്ട് അതിലലിഞ്ഞു ചേർന്നിരിക്കുന്ന ഹിജാബി. എനിക്ക് ദുനിയാവിലുള്ളതൊന്നും വേണ്ട, നിന്നെ മാത്രം മതി. നീ എൻ്റെ സ്വന്തമാക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. അതെ, ആ പ്രണയം അവൻ്റെ സിരകളിലൂടെ അങ്ങനെ ഒഴുകുകയായിരുന്നു. അതൊരിക്കൽ പോലും മടുപ്പുള്ളൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് അത് ഹിജാബിയെ എങ്ങനെയെങ്കിലും എന്നിലേക്ക് എനിക്ക് വരവേൽക്കണം, അവളെ നെഞ്ചോട് ചേർക്കണം, വാരിപ്പുണരണം എന്നുള്ള പ്രണയമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവൻ പെട്ടി വീണ്ടും സീറ്റിലേക്ക് വെച്ച് വണ്ടി മുന്നോട്ടെടുത്തു. സിഗ്നൽ കഴിഞ്ഞിരിക്കുന്നു. പിന്നിൽ നിന്ന് അത് ഹോൺ അടിക്കുന്നു. എന്നാൽ ഒരു നിമിഷം അവൻ അതിലങ്ങ് പെട്ടുപോവുകയായിരുന്നു. ഹോണടി കേട്ടപ്പോഴാണ് അവൻ ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. മനസ്സ് നിറയെ ആ മുഖമായിരുന്നു. ഹിജാബ് ധരിച്ച മനോഹരമായ കാന്തക്കണ്ണുകളുള്ള തൻ്റെ റസിയ. ആ കറുത്ത ഹിജാബിനുള്ളിൽ നിന്നും തിളങ്ങുന്ന അവളുടെ കണ്ണുകൾ മാത്രം മതി ജസീറിന് ദുനിയാവിലെ സകല സങ്കടങ്ങളും മറികടക്കാൻ. റസിയയുടെ ആ മുഖം ഓർക്കുമ്പോൾ ജസീറിൻ്റെ ഉള്ളിൽ പ്രണയ കാവ്യമഴ പെയ്യാൻ തുടങ്ങും. അവൻ അവൾക്കായി വാങ്ങിയ ഓരോ സമ്മാനത്തെ പിന്നിലും ഒരു വലിയ സങ്കല്പമുണ്ട്. അതെ, ആ ഡയമണ്ട് നെക്ലേസ് വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ അവളുടെ കഴുത്തായിരുന്നു. ആ മനോഹരമായ കഴുത്തിൽ അവനത് അണിയിച്ചു കൊടുക്കുന്നത്. അവളുടെ കഴുത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് കിടക്കുമ്പോൾ അതിന് കൂടുതൽ തിളക്കവും ഭംഗിയുമുള്ളതുമാകുമെന്നത്. ഡയമണ്ട് നെക്ലേസ് അവളുടെ കഴുത്തിൽ അത് അണിയുമ്പോൾ തൻ്റെ പ്രണയത്തിൻ്റെ പാശം അവളെ എക്കാലവും തന്നോട് ചേർത്ത് നിർത്തും എന്ന വിശ്വാസം. ഡയമണ്ട് റിങ് അവളുടെ വിരലിൽ അത് അണിയിച്ച് നീ എൻ്റേത് മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ച് പറയാനുള്ള ആഗ്രഹം. എന്നാൽ ആ വള അവളുടെ കൈകളിൽ അത് ചലിക്കുമ്പോൾ കിലുങ്ങുന്ന നാദം തൻ്റെ ജീവിതത്തിൻ്റെ സംഗീതഗണമെന്ന മോഹം സംഗീതമാകണം. അതെ, അവൾ അവന് അത്രമേൽ പ്രിയപ്പെട്ടവളാണ്. മറ്റാർക്കും നൽകാത്ത തൻ്റെ ഉള്ളിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം അവൻ അവൾക്കായി മാറ്റി വച്ചിരിക്കുന്നു.
വണ്ടി നഗരത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് ശാന്തമായ പാതയിലേക്ക് കടന്നപ്പോൾ ജസീറിന്റെ ചിന്തകൾ കാടുകയറി. അവളുടെ ഓർമ്മകൾ അവനെ ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെ ഒന്ന് വാരിപ്പുണരണം. ആ ഹിജാബിൻ്റെ മറവില്ലാതെ, ലോകത്തിൻ്റെ കണ്ണുകളിൽ പെടാതെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവളുടെ ഹൃദയമിടിപ്പ് എൻ്റെ നെഞ്ചിൽ തട്ടുന്നതറിയണം. തൻ്റെ ഹൃദയത്തിൻ്റെ താളമായി അവൾ മാറണം. വെറുമൊരു കാമുകിയായല്ല, തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായി, തൻ്റെ ജീവൻ്റെ പങ്കാളിയായി അവളെ സ്വന്തമാക്കണം. റസിയ. അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ പേര് വിളിച്ചു. അവൾ അരികിലില്ലെങ്കിലും ആ പേരിൻ്റെ മധുരം അവൻ്റെ ചുണ്ടുകളിൽ തങ്ങി നിന്നു. ഹിജാബ് അണിഞ്ഞ ആ സുന്ദരി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് താൻ പ്രണയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിഞ്ഞത്. അവൻ ഓർത്തു. അവൾക്കായി അവൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളുടെ കൊട്ടാരത്തിന് ആഘോഷത്തോളം ഉയരമുണ്ടായിരുന്നു. അങ്ങനെയതാ അവൻ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയാണ്. അതെ, ഉമ്മ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അതെ, ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. അതെ, ഈ ഡയമണ്ട് നെക്ലേസ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉമ്മയുടെ മുമ്പിലൂടെ എടുത്തു കൊണ്ടുപോയാൽ 100 ചോദ്യങ്ങളായിരിക്കും. ഇനി അത് എടുക്കണോ വേണ്ടയോ? ഒരു നിമിഷം അവൻ ആലോചിച്ചു. എന്താടാ വണ്ടി നിർത്തിയിട്ട് അവിടെ തന്നെ നിൽക്കണേ? ഉമ്മയുടെ ആ ഒരു ചോദ്യം. എന്നാൽ ഉമ്മയുടെ ചോദ്യം എന്തൊക്കെയോ ഉമ്മയുടെ ആ നോട്ടത്തിലുണ്ട്. എന്നാൽ അവൻ അത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പ്രവേശിക്കും. എങ്ങോട്ടാന്നാവോ? അങ്ങനെ വലിഞ്ഞു കയറി വരാനേ, ഇത് പൊതു സ്ഥലമല്ല, മനസ്സിലാക്കിക്കോ. കണ്ട പെണ്ണുങ്ങളൊക്കെ എടുത്ത് പോയി നിരങ്ങി കയറിച്ച് വരണ്ട ഇങ്ങോട്ട്, മനസ്സിലായല്ലോ? അന്നെക്കാളും നല്ലതാ സഫീർ തന്നെയാണ്. എന്താന്നില്ലേ ഇത്രയ്ക്ക് ഒരു സാധനം. എവിടെടാ എൻ്റെ കെട്ടിയോള്? ഓളെവിടെ? ഉമ്മ അവൾ അവളുടെ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോട്ടെ, നിങ്ങളെന്തിനാ നോക്കുന്നത്? ഓ പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് പൊതു സത്രമല്ല, എല്ലാവർക്കും കയറി നിരങ്ങാനും തോന്നുമ്പോൾ വന്ന് കയറാനുള്ള, മനസ്സിലായില്ല? വാതിലൊന്നും തുറന്നെടുക്കൂല, ഇജ്ജ് കരുതിക്കോ. ഉമ്മ ഓരോന്ന് പുലമ്പുന്നു. ലക്ഷണം കെട്ട വർഗം, അടിച്ചു കൊല്ലാണ് വേണ്ടത് എല്ലാത്തിനെയും. അന്ന് രാത്രി ജസീർ തൻ്റെ മുറിയിലെ ജനാലക്കൽ വന്നു നിന്നു. പുറത്ത് നേരത്തെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റിനൊപ്പം വന്ന മഴത്തുള്ളികൾ അവൻ്റെ മുഖത്ത് പതിച്ചപ്പോൾ അവന് റസിയയുടെ വിരൽ തുമ്പിൻ്റെ സ്പർശനമാണ് ഓർമ്മ വന്നത്. അവൻ ഫോണെടുത്ത് ആ ഡയമണ്ട് നെക്ലേസിൻ്റെയും റിങ്ങിൻ്റെയും ചിത്രം അവൾക്കായി അയച്ചു കൊടുക്കാൻ ഫോട്ടോ എടുത്തു. എന്നാൽ താഴെ ഒരൊറ്റ വരി മാത്രം കുറിച്ചു. എൻ്റെ ജീവൻ്റെ ജീവനായ ഹിജാബിക്ക് നിൻ്റെ ജസീറിൻ്റെ ഹൃദയം തൊട്ടെഴുതിയത്. ഒരു നിമിഷം അവനത് സെൻഡ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ, വേണ്ട, അറിയണ്ട, ഇത് ഞാനാണെന്ന് ഒരിക്കൽ പോലും സർപ്രൈസ് ആക്കാം, അതായിരിക്കും നല്ലത്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ നൂർജഹാൻ അവരുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരുന്നു. നൂർജഹാൻ്റെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, കാര്യങ്ങളുണ്ട്, അതെല്ലാം ഓക്കെ ആകണം. അതായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ആയിഷ പാവമാണ് അവൾ. ആ ആയിഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആയിഷ വളരെ ചെറുപ്പകാലത്തിൽ, അതെ, അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ട കുട്ടി, അതിൽ ഗർഭിണിയാകുന്ന പെണ്ണ്, അതോടുകൂടി അവരുടെ ജീവിതം അവസാനിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ കഷ്ടകാലം തുടങ്ങുകയാണ് എന്നർത്ഥം. അന്ന് അവൾ എന്നോട് പറഞ്ഞു, ജസീറിൻ്റെ വലയിൽ വീണു പോയതാണ്. പക്ഷെ അവൻ അത്രയ്ക്കും എന്നെ സ്നേഹിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ആയിഷ, ഞാൻ നിന്നെ വിവാഹം കഴിക്കും, കൂടെ കൂട്ടുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ശരിക്കും നൂർജഹാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ എല്ലാം തടസ്സം ഉമ്മയാണ് നിന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ജസീർ നല്ലവനാകുമായിരുന്നു. ഉമ്മ അത്രക്കും ഒരു കൊടും പാപം ചെയ്തത് കൊണ്ട് തന്നെ അവളുടെ മനസ്സിലും അതുപോലെ ജസീറിൻ്റെ മനസ്സിലും അതൊരു പകയായി മാറുകയായിരുന്നു. അതിനുശേഷം ജസീറിന് വരുന്ന വിവാഹാലോചനകളെല്ലാം അതെ അവൻ തട്ടിമാറ്റുകയായിരുന്നു എന്നതിലുപരി അവന് ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റുകയായിരുന്നു. സമനില തെറ്റി. തനിക്കിഷ്ടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കാൻ ഉമ്മ സമ്മതിച്ചില്ല. പകരം അവൻ പല സ്ത്രീകളുടെയും അടുക്കൽ പോയി
പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചു മയക്കുമരുന്നിനടിമയായി. അതെ, അവൻ്റെ സ്വഭാവം മാറി എല്ലാവരെയും ഉപദ്രവിക്കുന്ന ശീലമുണ്ടായി. ഉമ്മ ഒരു പക്ഷേ അന്നത് അവൻക്ക് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം ഇന്ന് സുന്ദരമാകുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ? അതെ, അവർക്ക് മാനക്കേട്, മറ്റൊന്നുമല്ല. നൂർജഹാൻ ഓരോന്നോർത്തു. എന്നാൽ ജസീർ ആ ദിവസം തൻ്റെ ഭാര്യ വരുമ്പോഴേക്കും അതാ വാതിലടച്ചു. അവിടെ വിളി തുടങ്ങിയിരുന്നു. നേരെ ഹിജാബിയുടെ ഫോണിലേക്ക്. ഹലോ. ആ ഇക്ക, എവിടെയാ? ഞാനിവിടെയുണ്ട്. നിനക്കെന്താ പണി? ഞാനിവിടെ ഓരോ ജോലിയിലാണ്. ഓ, പിന്നെ എന്തൊക്കെയാ, ഫുഡൊക്കെ കഴിച്ചോ? ആ, കഴിച്ചു. ഇക്ക കഴിച്ചോ? എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ ആരാടി? അതെന്താ, വൈഫില്ലേ? വീട്ടിൽ ഉമ്മയില്ലേ? ഉണ്ട്, എന്നാലും എനിക്ക് നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡൊന്ന് കഴിക്കാൻ. ഇക്ക, തീർച്ചയായും. എന്തൊക്കെ തന്നെയാലും ഞാനതൊക്കെ സെറ്റാക്കി തരില്ലേ? അതിന് നമ്മൾ ഒരുമിച്ചിട്ട് വേണ്ടേ അല്ലേ? ആ, പിന്നെ ഇക്ക, സത്യം പറയാലോ, എന്നോട് ഇഷ്ടമുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്, ഇഷ്ടമുണ്ടോ? അതെ ഹിജാബി, എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുന്നു. എനിക്ക് നീയില്ലാതെ ഒരിക്കൽ പോലും കഴിയില്ല. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നിന്നോടത് അങ്ങനെ പറഞ്ഞത്. അന്ന് എൻ്റെ ലക്ഷ്യം ഒരു ഹോട്ടൽ മുറിയായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ നീ എന്നെ പ്രണയത്തിൻ്റെ അഗാധമായ ചുഴിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇനി എനിക്ക് അതിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിയില്ലടി. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് കഴിയുന്നില്ല നീ ഇല്ലാതെ. ഹിജാബി, നിൻ്റെ കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങേക്കുള്ളത് തന്നെയല്ലേ, പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വിട്ട് പോകുമോ നീ? എന്നെ വിട്ട് നീ പോവുകയാണെങ്കിൽ ഞാൻ മരിക്കും കേട്ടോ. എനിക്ക് പിന്നെ ജീവിതമല്ല. എൻ്റെ സിരകളിൽ ഒഴുകുന്നത് മുഴുവനും നിൻ്റെ ഓർമ്മകളാണ് പെണ്ണേ, എൻ്റെ രക്തത്തിലൂടെ ഒഴുകുന്നത്. സത്യമായിട്ടും ഇനി നീ ഒരിക്കലും എന്നെ വിട്ട് പോകരുത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ജസീറിൻ്റെ മനസ്സ് നിറയെ ഹിജാബി മാത്രമാണ്. നൂർജഹാനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചോ അവൻ ചിന്തിച്ചില്ല. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ പറയുന്നു, അതെ പിന്നെ എൻ്റെ ബാപ്പ വരുന്നുണ്ട്. എന്നാൽ ശരി ടോക്കി, പിന്നെ വിളിക്കാം. ഓക്കെ. ഹിജാബി പോവില്ലേ? എനിക്കൊന്നുമില്ലേ? നിനക്ക് ഒരു സാധനം ഞാൻ തരാം. പകരം എനിക്കെന്ത് തരും? എനിക്കെന്ത് തരാൻ? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ പാവല്ലേ? നീ പാവമല്ല പെണ്ണേ, നീ ജസീറിൻ്റെ പെണ്ണാണ്. അതെ, കോടീശ്വരനായ ജസീറിൻ്റെ പെണ്ണ്. ആവശ്യമുള്ളതെല്ലാം നിനക്ക് ഞാൻ തരും, എന്ത് വേണമെങ്കിലും. നോക്കിക്കോ, നാളെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. അല്ലോ, എനിക്കൊന്നും വേണ്ട കേട്ടോ, എൻ്റെ ബാപ്പ ചീത്ത പറയും. എൻ്റെ പെണ്ണെ, നീ അങ്ങനെ പറയല്ലേ. അല്ലോ, ബാപ്പ കണ്ടാലേ പഠിച്ചോനെ, എൻ്റെ പ്രണയം തന്നെ ബാപ്പ കണ്ട എന്നെ അടിച്ച് കൊല്ലും കേട്ടോ. എൻ്റെ ഹിജാബിയെ ഞാൻ സ്വന്തമാക്കും. എനിക്ക് നീയില്ലാതെ കഴിയില്ലടി, സത്യമായിട്ടും. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭാര്യയുണ്ടെന്നോ? പിന്നെന്താ, കാമുകിയുണ്ട്, എന്തൊക്കെ പറഞ്ഞത്? സത്യത്തിൽ എന്താണ് സത്യം? ഞാൻ നിന്നോട് പറയട്ടെ, സത്യം പറഞ്ഞാൽ എനിക്ക് ആരുമില്ല. എന്നാലുണ്ട്, ആർക്കും എന്നോട് സ്നേഹമല്ല, ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നീ മതി, നീ മാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ പൊന്നിക്ക, എന്തെങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെ തന്നെയായാലും ഞാൻ അല്ലോ, ബാപ്പ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വിളിക്കാം. അവളതാ ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം അതാ ജസീർ, അവൻ എന്തെന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നൂർജഹാൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒരു നിമിഷം ജസീർ അതാ ഫോൺ എടുത്ത് മാറ്റിവെച്ചു. ക്ലിയർ ചാറ്റ് ചെയ്യണോ? വേണ്ട, ലോക്ക് അറിയില്ല, നോ പ്രോബ്ലം. അങ്ങനെ അതാ നൂർജഹാൻ കടന്നു വരുന്നു. അന്ന് നൂർജഹാൻ വരുമ്പോൾ എന്തൊരു സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. ഉമ്മ കോലയിലിരിക്കുന്നുണ്ട്. രണ്ടാളുടെ തീരുമാനം ഉണ്ടായിട്ട് ചവിത്തുക്ക് കയറിയാൽ മതി. എന്തു ഉമ്മ എന്താ ഇങ്ങനെ? ഇതാ ഉമ്മക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിക്കണേ.
ശരിക്കും അതാ ഉമ്മ അത്ഭുതപ്പെട്ട് ഈ ജിന്ന അതും ഇതും പറഞ്ഞ് മയക്കിക്കാണ്ടേ ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട. എൻ്റെ പൊന്നുമ്മയല്ലേ, എൻ്റെ അമ്മായിയല്ലേ, പോരെ ഇതത് കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, പിന്നെ പലഹാരങ്ങളും. ഇവിടെ ജസീർക്ക് ഇവിടെ ഇല്ലേ? ഒരുമ്പട്ടം കയറിപ്പോയിക്കണം അങ്ങോട്ട്. ഉമ്മ അങ്ങനെയൊന്നും പറയില്ലേ, അത് ഉമ്മാൻ്റെ മോനല്ലേ. മോന് കണ്ടാലും മതി ഏലോ എന്നൊരു പട്ടക്കണ്. ഇപ്പം എന്നോട് ഒന്ന് രണ്ട് വർത്താനം പറയാൻ അവന് ഒഴിവില്ല. അത് മാത്രമല്ല മറ്റേത് എല്ലാവരും കുറ്റം പറയാനും സപ്പോർട്ടിനും ഓലെ വെറുതെ വിടൂലേ, എന്തേനും എൻ്റെ തമ്മാടിത്തരം. ഇപ്പം ആള് മാറിയിക്കണേ, ഏതോ ഒന്ന് തലേ കയറിയിക്കണ് തോന്നുന്നുണ്ട്, അറിയില്ല. നോക്കിക്കോ എൻ്റെ മാപ്പിളാണ്, എൻ്റെ മാപ്പിള ഓരോന്നും ചെന്ന് ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഉമ്മ അത് ഇക്കാക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ട്. എടി ഇജ് എന്തീ പറയണത്? എൻ്റെ പുതിയാപ്പിള്ള അവിഹിതത്തിലാണോ ഇജ് പ്രോത്സാഹിപ്പിക്കണത്? അല്ലും അങ്ങനെയൊന്നും എൻ്റെ ജസീർക്ക ചെയ്യില്ല. എന്നാൽ പെട്ടെന്ന് അവൾ കോണിപ്പടികൾ കയറി. ജസീർക്ക അവൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. നൂർജഹാൻ നീ വന്നോ? ഞാൻ എത്ര ടൈമായി നിന്നെ കാത്തിരിക്കുന്നു. എൻ്റെ പൊന്നിക്ക ഇത് ഈ സ്വീറ്റ്സ് കഴിച്ചാട്ടെ. അവൾ ആ സ്വീറ്റ്സ് അദ്ദേഹത്തിന് നൽകി. ശരിക്കും നൂർജഹാൻ നല്ല നിറഞ്ഞ മനസ്സോടു കൂടി വരുന്നേ കണ്ടപ്പോൾ ജസീറിന് തന്നെ ശരിക്കും തോന്നി, ഇവിടെ നിന്ന് എത്ര ഹാപ്പി. അല്ല ഹിജാബിയുടെ കാര്യം എങ്ങനെ അറിഞ്ഞാലേ പഠിച്ചോനെ. അല്ല ഇന്ന് എങ്ങോട്ടായിരുന്നു? ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതായിരുന്നു. പിന്നെ നമുക്ക് ആ ടൗണിലെ സീനത്ത് സിൽക്സ് ഞാൻ മാനേജറോട് സംസാരിച്ചു, അവരവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നൂർജഹാൻ സിൽക്സ് എന്നുള്ള പേരിലേക്ക് അങ്ങ് മാറ്റി എഴുതട്ടെ എന്ന് ഞാൻ ചോദിച്ചു. വാങ്ങിയാൽ പോരെ, അതിനെന്താ? നീ ബിസിനസ് ചെയ്യാൻ നല്ല മിടുക്കിയാണല്ലോ. ഈ നാട്ടിലെ പ്രമുഖരായ ബിസിനസ് സമ്പന്നരുടെ എല്ലാം പ്രോപ്പർട്ടി നീ വാങ്ങുകയാണോ? അപ്പോൾ നിൻ്റെ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ബിസിനസ് ആകുമ്പോൾ വളരണമല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് പലപ്പോഴും രാവിലെ പോകുന്നു, ഈവനിങ് രാത്രിയാവും വരാനേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ സിറ്റുവേഷൻസ് അല്ലേ. അപ്പോൾ ആ ഒരു അത് വാങ്ങുവാൻ വേണ്ടി ടെക്സ്റ്റൈൽസ് വാങ്ങുവാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളും തിരക്കുകളും മീറ്റിങ്സും എല്ലാം ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും വിഷമം ജസീറിന് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിസിനസ്സൊക്കെ ഒഴിവാക്കാം. ഇല്ലില്ല, നീ പോയിക്കോ പൊന്നെ. നീ എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ മുത്തല്ലേ, നീ വിജയിക്ക്. അതാണ് എൻ്റെ ആഗ്രഹം. ഏതൊരു ആളും ആഗ്രഹിക്കുന്നത് സ്വന്തം ഭാര്യ ബിസിനസ്സിലൊക്കെ വിജയിക്കുന്നതാണല്ലോ. നോ പ്രോബ്ലം, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എപ്പോഴും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് സംസാരിച്ചുകൊണ്ട് അവർ താഴേക്ക് വന്നു. ഉമ്മ അതെല്ലാം കേൾക്കുന്നു. ഓഹോ, അവളങ്ങ് അഴിഞ്ഞട വിട്. അവൻ്റെ ഒരു ബുദ്ധിമോശം കണ്ടില്ലേ? അവൻക്ക് ബിസിനസ്സാണത്രേ വലുത് ഭാര്യയെക്കാളും. അതേ ഇജ് വല്ലാതെ അഴിച്ചു വിടണ്ട കേട്ടോ, അഴിച്ചു വിട്ടാൽ നല്ലീനൊന്നല്ലായിരിക്കും. പിന്നെ ഉമ്മ, നിങ്ങൾ നൂർജഹാൻ്റെ മനസ്സ് കാണുന്നില്ല. അവൾ നല്ലൊരു സ്ത്രീയാണ്, ഒരിക്കൽ പോലും തെറ്റിലേക്ക് അവൾ പോകില്ല. എനിക്ക് നന്നായിട്ടറിയാം. ഇയ്യ അതും പറഞ്ഞ് നടന്നോ. എന്നാൽ ഈ സമയം അതാ നൂർജഹാൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്താ അമ്മായി നിങ്ങൾ? ഇക്കാക്ക് പ്രശ്നമില്ല, ഞാൻ ജോലിക്ക് പോകുന്നതും ബിസിനസ്സിന് വേണ്ടി മീറ്റിങ്ങിന് പോകുന്നതെന്നും. ഉമ്മക്ക് എന്താ പ്രശ്നം? എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. എന്താന്നില്ലേ, പെണ്ണുങ്ങളായില്ലേ ബിസിനസ്സും കാര്യമായിട്ട് നടക്കല്ലേ വേണ്ടത്. ഇതിപ്പോൾ നീ ആണും അവന് പെണ്ണും ആയതുപോലെയായി. നേരെ തിരിച്ചായിരുന്നു, എൻ്റെ ആൺകുട്ടി ആണത്തുള്ളവനായിരുന്നു. പക്ഷെ നീ വീട്ടിലേക്ക് കാല് കുത്തിയത് മുതൽ അവന് കേടുവന്നു. എന്നാൽ നൂർജഹാന് ഒന്നും പറഞ്ഞില്ല. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. ഉമ്മ എന്ന് വെച്ചാൽ തറവാട് മഹിമയിലും തൻ്റെ പഴയ ആൺകുട്ടികളുടെ വീറിലും വിശ്വസിക്കുന്ന കടുംപിടുത്തക്കാരിയായ സ്ത്രീയായിരുന്നു ഉമ്മ. അന്ന് വൈകുന്നേരം അതാ അവൾ കിച്ചണിൽ പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഉമ്മ കസേരയിൽ തന്നെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. നൂർജഹാനെ നോക്കി കനത്ത ശബ്ദത്തിൽ, അവിടെ വെച്ചേക്കടി ചായ. ആ ചായ അവിടെ വെച്ചിട്ട് നീ എൻ്റെ മുന്നിലേക്കൊന്ന് തിരിഞ്ഞു നിന്നാ. എനിക്ക് നിന്നോട് കുറച്ച് ചോദിക്കാനുണ്ട്. ഒരു നിമിഷം നൂർജഹാന്, എന്തോ ഉമ്മ? പേടിയോടെ അവൾ ചോദിച്ചു. എന്താ പറ്റിയത്? ഞാൻ എന്തെങ്കിലും തെറ്റ്? ഉമ്മ ശബ്ദമുയർത്തി പറഞ്ഞു. എടീ, നീ ചെയ്ത തെറ്റെന്താണോ? നൂർജഹാനെ, നീ തറവാട്ടിലേക്ക് എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങി എൻ്റെ മോൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകൾ. അവൻ പറ്റേ പിറകോട്ട് പോയിരിക്കുന്നു. അവൻ്റേതായ ഒരു ആണത്തുണ്ടല്ലോ, അതവന് നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഒരു നിമിഷം നൂർജഹാൻ കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്തീ പറയുന്നത്? അവയ്ക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇക്കാക്ക്. എടി, നീ തറവാട്ടിൽ കാല് കുത്തിയത് മുതലേ നിന്റെ സ്വഭാവം തന്നെ മാറി. പിന്നെ അവൻ്റേത് മാറ്റിയെടുത്തു. നീ എന്ത് കൈവശമാണടി ഓൾക്ക് കൊടുത്തത്? മന്ത്രവാദമോ അതോ വേറെ എന്തെങ്കിലും മരുന്നിട്ട് കൊടുത്തതാണോ നീ അവനെ ഇങ്ങനെ ഒരു ലോകത്തിലാക്കിയത്? അവൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കുട്ടി നല്ല ഉഷാറുള്ള ഒന്നാന്തര ആൺകുട്ടിയായിരുന്നു. എല്ലാവരെയും ആരെയും പേടിക്കാത്തവൻ. അതെ, വീറും വാശിയുമുള്ളവൻ. ആരാടാന്ന് പറഞ്ഞാൽ ഞാനടാന്ന് പറഞ്ഞ അവൻ പോകുമായിരുന്നു. പെട്ടെന്ന് ജസീർ അങ്ങോട്ട് വന്നു. എന്തോ ഉമ്മ ഇവിടെ? എന്തിനിപ്പോൾ നൂർജഹാൻ എങ്ങനെ ചീത്ത വിളിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? എന്നാൽ ജസീറിനെ നോക്കി പരിഹാസത്തോടെ, ഓ വന്നല്ലോ എൻ്റെ മുൻകോപിയായ മകന്. ഇപ്പം കണ്ടോ, അവളെ ഒന്ന് ഉറക്കെ വിളിച്ചപ്പോഴേക്കും കാവൽക്കാരനെ പോലെ ഓടി വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിന്നെ എതിർത്ത് ഒരു സംസാരിക്കാനില്ല ഒന്നും. നിന്റെ മനസ്സും ശരീരവും ആകപ്പാടെ മാറിപ്പോയി ജസീറെ. നിന്റെ പഴയ വീറും വാശിയൊക്കെ എവിടെ പോയി? ഉമ്മ, പഴയതുപോലെ അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും ആളുകളോട് വഴക്കുണ്ടാക്കാൻ പോകുന്നതുമാണോ ആണത്തം? ഞാൻ ഇപ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ നോക്കണുമ്മ. അനാവശ്യമായ കാട്ടിക്കൂട്ടലുകളൊക്കെ നിർത്തി നേരായ മാർഗത്തിലേക്ക് വരികയാണ് ഞാൻ. അതിന് അവളെന്തിനു കുറ്റം പറയുന്നത്? എന്നാൽ ഉമ്മ ആ നിമിഷം നെഞ്ചത്തടിച്ചു. നേരായ മാർഗമോ? എന്ത് നേരായ മാർഗം? പണ്ട് 4 ആൾ കൂടുന്നിടത്ത് നീ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴേ ഈ ഉമ്മയുടെ നെഞ്ചഭിമാനം കൊണ്ട് വിറക്കുമായിരുന്നു. എൻ്റെ മോൻ ഉഷാറുള്ള ആൺകുട്ടിയായിരുന്നു. ആരൊക്കെ ചോദിച്ചാലും ആരടാ എന്ന് പറഞ്ഞാൽ ഞാനടാന്ന് നീ പറയുമായിരുന്നു. ഇപ്പം നീ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഒതുങ്ങിക്കൂടുന്നു. അവൾ നിന്നെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, കൈവിഷം തന്നു അല്ലടാ. എന്നാൽ ഈ സമയം അതാ ഉമ്മ എഴുന്നേറ്റുകൊണ്ട് നൂർജഹാൻ്റെ അടുത്തേക്ക് ചെന്നു. നൂർജഹാനെ, എൻ്റെ ആങ്ങളുടെ മോളാവും ഞാൻ നോക്കൂല. നിന്നെ വിട്ട് ഞാൻ അടിച്ച് പുറത്താക്കലായിരിക്കും അടുത്ത പണി. അല്ലെങ്കിലേ മാനമര്യാദയിൽ നല്ല സ്വഭാവത്തിൽ ഇവിടെ നിന്നോ. എൻ്റെ മോൻ്റെ സ്വഭാവം പറ്റേ നീ മോശമാക്കിയിരിക്കുന്നു. നിന്റെ കൂടെ കൂടിയ ശേഷം പണ്ടത്തെ പോലെ അവൻ ഒന്നിനും ഇറങ്ങുന്നില്ല. എന്നാൽ നൂർജഹാൻ, ഉമ്മ ഞാൻ അദ്ദേഹത്തെ ഒന്നും നിർബന്ധിക്കാറില്ലല്ലോ. അദ്ദേഹം നല്ലൊരു മനുഷ്യനായി മാറുന്നത് കണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പണ്ടത്തെ ആ ദേഷ്യം കാരണം എത്ര കേസുകളിലും വഴക്കുകളിലുമാണ് അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത് പോലും ഞാൻ കാണുന്നില്ല. അതെ, ആണുങ്ങളാകുമ്പോഴേ അങ്ങനെ പലതും ഉണ്ടാകും. കുറച്ച് കള്ളുടിയും കഞ്ചാവും വലിയും ഒക്കെ ഉണ്ടാവും. അതിനെന്നല്ലേ ആണത്തെന്ന് പറയണത്. ഇപ്പം ഇവന് വഴി മാറിപ്പോയി. നൂർജഹാനെ, ഒന്നുകിൽ നീ എൻ്റെ മോനെ പഴയതുപോലെ ഉഷാറുള്ളവനാക്കി മാറ്റണം, അല്ലെങ്കിൽ ഈ തറവാടിൻ്റെ പടി ഇറങ്ങണം. എനിക്ക് എൻ്റെ പഴയ മകനെ വേണം. ഉമ്മ ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നു പോകുന്നു. നൂർജഹാൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അതെ, ആ ഉമ്മ തന്നെയാണ് മകനെ കേടുവരുത്തുന്നത് എന്നവൾക്ക് മനസ്സിലായി. ജസീർ, ഞാനെന്തെങ്കിലും... നൂർജഹാൻ, നീ ഒന്നും പ്രശ്നമാക്കണ്ട, സാരല്ല, അത് ഉമ്മയല്ലേ. ഓ, കണ്ടില്ലേ അവൻ്റെ ഒരു സ്നേഹം? എന്തൊരു സ്നേഹമാണ്. അയ്യേ, എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്നേഹം. എടാ ജസീറെ, എനിക്ക് ഈ പെണ്ണാലിനെ ഇഷ്ടമില്ല കേട്ടോ. പെണ്ണുങ്ങളെ പിറകെ വാലാട്ടി നടക്കുന്ന ഈ സൈസ് ആണുങ്ങൾ അടിച്ച് ഞാൻ ഓടിക്കും. ഈ കരുതിക്ക് ഈ എന്താ കരുതിയത്? ഒരിക്കലും എന്നെ കിട്ടൂല അതിന് സോപ്പിട്ട് നിർത്താൻ എൻ്റെ മോനെ. പിന്നെ വല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ശരിക്കും അതാ ഉമ്മ നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. ജസീറിന് മനസ്സാകെ അസ്വസ്ഥമായി. ഒരു ഭാഗത്ത് അതാ തൻ്റെ ഹിജാബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഇനിയൊരു പക്ഷേ ആ ഡയമണ്ട് നെക്ലേസ് അത് ഇല്ല. എന്നാൽ ഈ സമയം നൂർജഹാന് അതാ റൂമിലെത്തി. എന്തിനോ വേണ്ടി ഷെൽഫ് തുറന്ന സമയത്ത് കണ്ടത് മറ്റൊന്നുമല്ലായിരുന്നു. അതേ മനോഹരമായ ബോക്സ്. അതവൾ ഒരു നിമിഷം പതുക്കെ തുറന്നു നോക്കി. അതിൽ ഡയമണ്ട് നെക്ലേസ്, അതിലൊരു ബാങ്കിൾ, മനോഹരമായൊരു മോതിരം. ഒരു നിമിഷം അതെ അത് കണ്ട് നൂർജഹാൻ്റെ മനസ്സ് നിറഞ്ഞു. ആയിഷ, ഇത് നിനക്കുള്ളതാണ് മുത്തേ, ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും ജസീർ അതാ അവൻ്റെ ഹിജാബിക്ക് വേണ്ടി ആ ഒരു കൊറിയർ അയക്കും. അത് കിട്ടുന്നത് റിസ്വാന വക്കീലിൻ്റെ അഡ്രസ്സിലായിരിക്കും. അതെ, അത് നമ്മുടെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി നമ്മുടെ നൂർജഹാൻ സമ്മാനിക്കും. അതങ്ങനെയായിരിക്കും. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.